ഇവിടെ കുറച്ച് പിള്ളേർക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു ജ്വലിക്കുന്ന മുട്ട കിട്ടുകയാണ്. അങ്ങനെ ക്യൂരിയോസിറ്റി അടക്കാൻ പറ്റാതെ അവന്മാരെ മുട്ട പൊട്ടിച്ചതും പെട്ടെന്ന് സമയം നിന്നു പോകുന്നു. നോക്കുമ്പോ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന പക്ഷികൾ ഫ്രീസ് ആയിരിക്കുന്നു, ആളുകൾ ഫ്രീസ് ആയിരിക്കുന്നു, കൂടാതെ കടല് വരെ അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണെന്ന് അറിയാതെ ആ പിള്ളേര് വീട്ടിലേക്ക് പോവാണ്. ശരിക്കും ആ മുട്ട എടുത്ത് ഉടച്ചത് കൊണ്ട് എല്ലാം ഫ്രീസ് ആയി പോയിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അവന്മാര് ജോളി ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് കയറി ചെന്ന് വേണ്ടുവോളം പിസയും കോക്കൊക്കെ കഴിക്കുന്നു. ശേഷം നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് ആവശ്യമുള്ളതൊക്കെ വാരി എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞ് അവന്മാർക്ക് ബോറടിക്കുകയാണ്. എന്നാൽ കുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് മാത്രം ആസ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അവന് മരുന്ന് കിട്ടാതെ മരിച്ചു പോവാണ്. അപ്പൊ 3 പേരുണ്ടായിരുന്നത് ഇപ്പോ 2 പേര് മാത്രമായി. അങ്ങനെ കൂട്ടുകാരൻ മരിച്ചത് കണ്ട് കൂട്ടത്തിലുള്ള ഒരുത്തൻ കരയാൻ തുടങ്ങി. ശേഷം അവനെ ഒരു പട്ടം പോലെ അവര് പറത്തിക്കൊണ്ട് പോവാണ്. എന്നിട്ട് മരിച്ച കുട്ടിയുടെ ഫേവറേറ്റ് സ്ഥലമായ അമ്യൂസ്മെന്റ് പാർക്കിൽ അവനെ കുഴിച്ചിടുന്നു. സംഭവം എന്ന ആട് മാത്രമല്ല, ഈ ലോകം തന്നെ ഫ്രീസ് ആയിരിക്കുകയാണെന്ന് അപ്പോഴാണ് അവന്മാർക്ക് മനസ്സിലായത്. അങ്ങനെ 10 വർഷം കഴിയുന്നു. ഇപ്പൊ അവന്മാർക്ക് 20 വയസ്സായിരിക്കുകയാണ്. എന്നിട്ട് അവന്മാർക്ക് ഒന്നും ഇതുവരെ റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസവും അവന്മാര് പുറത്ത് കിടക്കാൻ ഓരോ വഴി നോക്കുമെങ്കിലും ഒന്നും നടക്കാറില്ല. അങ്ങനെ 20 വയസ്സ് കഴിഞ്ഞാല് പുറത്ത് കിടക്കാന്ന് വിശ്വസിച്ച് അവന്മാര് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ അന്നും ഒന്നും നടന്നില്ല.